ചടയമംഗലത്തേക്ക് ചിഞ്ചുറാണിയുടെ മണ്ഡലം ജെ ചിഞ്ചുറാണി മന്ത്രി എന്ന നിലയ്ക്ക് റാങ്കിൽ താഴെ ആയിരുന്നെങ്കിലും MLA എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കാം. ജെ ചിഞ്ചുറാണി ഫസ്റ്റ് ക്ലാസ് മാർക്ക് ജെ ചിഞ്ചുറാണി നേടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് മാർക്ക് ജെ ചിഞ്ചുറാണി നേടിയിട്ടുണ്ട്. 88ാം റാങ്ക്. മന്ത്രി എന്ന നിലയിൽ ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ MLA എന്ന നിലയിൽ 88 റാങ്കാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചടയമംഗലത്ത് നിന്ന് ജയിച്ച CPIയുടെ 13,278 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചടയമംഗലത്ത് നിന്ന് ചിഞ്ചുറാണി നിയമസഭയിലേക്ക് എത്തുന്നത്. തദ്ദേശത്തിൽ LDFന്റെ കോട്ടയാണ് ചടയമംഗലം, പ്രത്യേകിച്ച് CPIയുടെ. അതുകൊണ്ട് ഇപ്പൊ നോക്കിയ 4 മണ്ഡലങ്ങളിലും UDFനാണ് പഞ്ചായത്ത് കൂടുതലെങ്കിലും ലീഡ് LDFനാണ്. പക്ഷേ കാര്യം എന്താ വെച്ചാൽ ഈ പഞ്ചായത്തല്ല ഒരു കാലത്ത് LDF ഭരിച്ചോണ്ടിരുന്ന 2020 ആ പഞ്ചായത്താണ് UDF കൊണ്ടുപോയത്. പക്ഷേ അവിടെ അപ്പോഴും ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വോട്ടാണ്. നെക്സ്റ്റ് അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലേക്ക്. ചിറ്റൂർ മണ്ഡലത്തിലുള്ള കെ കൃഷ്ണൻകുട്ടി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 65.5 ഫസ്റ്റ് ക്ലാസ് ഭേദപ്പെട്ട പ്രകടനമാണ്. മന്ത്രി 85ാം റാങ്ക്. കെ കൃഷ്ണൻകുട്ടി 85ാം റാങ്ക്. ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ മത്സരിക്കാനില്ല. പുതിയ തലമുറക്കാർക്കായി 65.5 ചിഞ്ചുറാണിയും കൃഷ്ണൻകുട്ടിയും ഒക്കെ മന്ത്രിമാരെന്നുള്ള നിലയിൽ താരതമ്യേന വീക്ക് ആയിരുന്നെങ്കിലും MLA എന്നുള്ള നിലയിൽ അവരുടെ പെർഫോമൻസ് വളരെ മികച്ചതാണെന്ന് തന്നെയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. രണ്ടുപേരും മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ചുകൂടി മണ്ഡലത്തിൽ പദ്ധതികൾ വരാനുള്ള സാധ്യത. രണ്ടാമത്തത് ഈ രണ്ടും പാർട്ടി കോട്ടകളാണ്. ചിറ്റൂര്, മറ്റൊന്ന് ചടയമംഗലം. തദ്ദേശം നോക്കാം. ഇനി തദ്ദേശത്തിലേക്ക് എത്തിയാൽ ചിറ്റൂർ മേഖലയിൽ പാർട്ടി മേഖലയാണ്. തദ്ദേശത്തിന്റെ കടമുഴക്കിയപ്പോൾ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. കംഫർട്ടബിൾ ആയിട്ട് അതുകൊണ്ടാണ് റാങ്കിൽ ഭേദപ്പെട്ടത്. അതായത് ആ മണ്ഡലം പാർട്ടി മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വോട്ട് കുറഞ്ഞു. സമവാക്യം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സമവാക്യം കുറച്ച് നേരായിട്ട് കാണുന്നുണ്ട്. അതെ ഞാൻ ഈ സമവാക്യം എഴുതി വെക്കുന്നുണ്ട്. അതെ. റാന്നിയിലേക്കാണ് പ്രമോദ് നാരായണൻ. വളരെ യങ് വൈബ്രന്റ് MLA കേരള കോൺഗ്രസ് വിഭാഗത്തിൽ 73.3 വളരെ ജനകീയനായ MLA ആണ് കേട്ടോ. അവിടെ ഇത്തവണ മുന്നണി മാറ്റത്തിൽ ഇല്ല എന്ന നിലപാടെടുത്തയാളാണ്. 55ാം റാങ്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശേഷം ബാക്കി എത്ര പേരാ ഉള്ളത്? 85 പേരുണ്ട്. അപ്പോ റാങ്ക് മോശമാക്കിയില്ല. 1285 മാത്രമാണ്. CPM വിജയിക്കുന്ന സീറ്റ് മാണി കോൺഗ്രസിന് വിട്ടുകൊടുത്ത സീറ്റാണ്. അതെ, അവിടെ എന്നിട്ടും 1225 വിജയിച്ചിട്ടും പെർഫോമൻസ് മികച്ച നിലയിൽ നിലനിർത്താൻ സാധിച്ചു. തദ്ദേശം കൂടി നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. തദ്ദേശത്തിൽ UDF 8 LDF 3 എന്നാണ്. അത് അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ CPM ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള ലീഡ് നോക്കൂ. 1927 ഇതാണ് കോൺഫിഡൻസ് ഉണ്ടാവും. രാജു അബ്രഹാം 5 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ആ വിജയിക്കുന്ന സീറ്റ് ഒരു സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്ത് പഴയ SFI-കാരനാ. CPM കൊടുത്ത CPM-ന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആയിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൊണ്ടുവരാൻ. ഈ റാന്നി തന്നെയാണ് പോകുന്നില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തത്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ജയിക്കുന്ന സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് വന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണത്. മോശമാക്കിയില്ല പ്രമോദ് നാരായൺ. പ്രമോദിന് സന്തോഷിക്കാം. അപ്പോൾ പ്രമോദ് അപ്പുറത്ത് പോയാലും ഇപ്പുറത്ത് പോയാലും ജയിക്കുമെന്ന് പറയുന്നവർ ആരാധിക്കാർ. ഇനിയിപ്പോ ഇടതുവശത്ത് നിന്നാലും കോൺഗ്രസിലേക്ക് UDF-ലേക്ക് പോയാലും പ്രമോദ് നാരായൺ ജയിക്കും എന്നൊരു അഭിപ്രായം. UDF-ലേക്ക് പോകുമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് ആദ്യം പോസ്റ്റ് ഇട്ട പുള്ളിയാണ്. റോഷി അഗസ്റ്റിനൊപ്പം നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു പ്രമോദ് നാരായൺ വിഷയത്തിൽ. അയ്യോ, എന്താ ഇവിടെ സംഭവിക്കണേ? മോളെ മ്യൂട്ട് ചെയ്യോ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ മൊത്തം 30 സെറ്റുകൾ പൂർത്തിയാക്കുന്നു. 30 കോൺസ്റ്റിറ്റ്യുവൻസികൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും ഒടുവിൽ 3ാം സെറ്റിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം. VN വാസവനാണ് 17ാം റാങ്ക്. 17ാം റാങ്കോടുകൂടി VN വാസവൻ നല്ല തിളക്കമുള്ള റാങ്കാണ്. 36 AC മൊയ്തീൻ. അതെ, AC മൊയ്തീൻ. 42 വി ജോയ്. 55 പ്രമോദ് നാരായണൻ. 76 വാഴൂർ സോമൻ. സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഇതിനകത്ത് ഈ UDF-ന്റെ ആളുകൾ എവിടെ എന്നുള്ളത്. പ്രേക്ഷകരെ ആകെ 140 MLA-മാരേ ഉള്ളൂ. അതിൽ UDF-ന് ആകെ ഉള്ളത് 40 അല്ലേ? 84 MLA-മാരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ സെറ്റിലും അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്.
അത് 84 അനൂപ് ജേക്കബ്, 85 കെ കൃഷ്ണൻകുട്ടി, ജെ ചിഞ്ചുറാണി, മാത്യു ടി തോമസ്, തോമസ് കെ തോമസ്, അതെ NCP 96. ഇതാണ് മൂന്നാമത്തെ സെറ്റ്. സെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്.